വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. ഐ ആം അരുൺ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ CBSE ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഫസ്റ്റ് ഫ്ലൈറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു യൂണിറ്റ് ബേസ് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ എന്താണ് ഈ പറയുന്ന കണക്ക് ഒരു 2 പ്രോസും ഉണ്ട്, ഒരു വേഴ്സും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ അകത്ത് എന്താണ് ഈ പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ഏത്? ഈ പറയുന്ന ലെറ്റർ ടു ഗോഡ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കൊച്ചു കവിതകളുണ്ട്. കാണുമ്പോൾ ചെറുത് അവർ ബ്രീഫായിട്ട് തോന്നുന്നെങ്കിലും ഒരുപാട് മീനിങ് ഉള്ള, ഒരുപാട് രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പോയംസ് ആണ് ഇവ രണ്ടും. നമുക്കറിയാം, പേരുകൾ നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് തന്നെ നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങളെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് 2 പോയംസ്. ഏതൊക്കെയാണ്? ഈ പറയുന്ന ഫയർ ആൻഡ് ഐസും ഡസ്റ്റ് ഓഫ് സ്നോയും. ഇപ്പോൾ രണ്ടും അറിയാലോ, 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയമാണ്. 2 എഴുതിയിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ആരാണ്? റോബർട്ട് ലീ ഫ്രോസ്റ്റ്. ഇറ്റ്സ് എൻ അമേരിക്കൻ റൈറ്റർ. ഒരു അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള റോബർട്ട് ലീ ഫ്രോസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്. നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയാലേ, പുള്ളിക്കാരനാണ് ഈ പറയുന്ന കവിതകൾ എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കവിതകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ ആദ്യമേ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്റർ, അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സിംബോളിക് ആയിട്ടുള്ള ഒരു സിംബോളിസം യൂസ് ചെയ്യുന്ന ആളാണ്. ആരെന്ന് പറയുന്ന നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള 2 കവിതകളാണ് ഇവിടെ നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഫയർ ആൻഡ് ഐസും ഡസ്റ്റ് ഓഫ് സ്നോയും. ഇപ്പോൾ വളരെ ചെറിയ 2 കവിതകൾ അല്ലെ, ഏകദേശം 8ഉം 9ഉം വരെ. ആദ്യത്തെ ഒരു കവിത എന്ന് പറയുന്നത് 8 വരികൾ അടങ്ങുന്ന 2 ക്വാർട്ടറിനുള്ള എന്താണ് 2 ക്വാർട്ടറിൻസ് വരുന്ന 8 വരികളോട് അടങ്ങുന്ന ഒരു കവിത. ഏതാ? ഡസ്റ്റ് ഓഫ് സ്നോ. ആൻഡ് ദ സെക്കൻഡ് വൺ ഫയർ ആൻഡ് ഐസ്. 9ഓളം വരികൾ. ആദ്യത്തെ സ്റ്റാൻസ 4ഉം രണ്ടാമത്തെ സ്റ്റാൻസ 5 വരികളുമാണുള്ളത്. ഒരു ക്വാർട്ടറിനും വരുന്നുണ്ട്, 5 ലൈനും വരുന്ന 2 ഇതായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു 9 വരിയുള്ള കവിതയാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഫയർ ആൻഡ് ഐസ്. അപ്പോൾ രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടും 2 രീതിയിലുള്ള കവിതകളാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഹ്യൂമൻ മൈൻഡുമായിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 2 കവിതകളാണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കുന്ന, വളരെ ഈസി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കവിതകളാണ് ഇവ രണ്ടും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന സെഷനിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താണ്, ഇപ്പോൾ കഥകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഒത്തിപ്പാടാണ്. നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ് നമുക്ക് ടഫ് ആണ്. അത് നമുക്ക് എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. കാര്യം എന്താണ്, നമുക്ക് ഈ കുറച്ചുകൂടെ എന്താണ് ഒരു ടോക്ക് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ, ഓൺലൈൻ ക്ലാസ് അല്ലാത്തത് കൊണ്ട്. മീൻസ് നമ്മളൊരു റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്, വീഡിയോ ക്ലാസ് ആണ്. സോ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ്. കാര്യം കവിതകൾ നമ്മൾ വളരെ ചെറിയ കവിതകളാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, അത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന കവിത ഏതായിരിക്കും? ഡസ്റ്റ് ഓഫ് സ്നോ ആണ്. ആദ്യത്തെ കവിത ഏതാണ്? ഡസ്റ്റ് ഓഫ് സ്നോ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഫുൾ നെയിം ഞാൻ പറഞ്ഞു, റോബർട്ട് ലീ, LEE. ഓക്കെ, റോബർട്ട് ലീ എന്നാണ്, LEE. റോബർട്ട് ലീ ഫ്രോസ്റ്റ് എന്നാണ് പുള്ളിക്കാരന്റെ ഫുൾ നെയിം, റോബർട്ട് ലീ ഫ്രോസ്റ്റ്. ടൈറ്റിൽ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നോക്കാം. ടൈറ്റിൽ ഡസ്റ്റ് ഓഫ് സ്നോ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ, നമ്മൾ ഈ പറയുന്ന സെഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ഇവിടെ നോക്കുന്നത്. ഏതാണ്? എക്സ്പ്ലോറിംഗ് നേച്ചർ, ഇമോഷൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ആ പറയുന്ന കവിതയുടെ അല്ലെങ്കിൽ ആ കവിതയിൽ പറഞ്ഞിരിക്കുന്ന നേച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കവിതയിലെ ആ പറയുന്ന അതിലുള്ള ഇമോഷൻസ്, എന്തൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ആണ് അതിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ, അവിടെ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് ഉണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറിൽ, അല്ലെങ്കിൽ ആ പറയുന്ന നേച്ചറിൽ, അല്ലെങ്കിൽ ആ പറയുന്ന എന്താണ് ഒരാളുടെ മൈൻഡിൽ ഇമോഷൻ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ. വേണമെങ്കിൽ പറയാം നേച്ചറിന്റെ ഇമോഷന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആ പറയുന്ന ആ കവിതയിൽ ഉണ്ടാകുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആണ് ആ കവിതയും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, നമുക്ക് പോവാം, ആ കവിതയിലേക്ക് പോവാം. നോക്കാം. ആദ്യം തന്നെ നമ്മുടെ റൈറ്റർ ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് പറയുന്നു. റോബർട്ട് ഫ്രോസ്റ്റ് ആണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. ആൻഡ് പബ്ലിഷ് ഇൻ 1923 ഇൻ ന്യൂ ഹാംഷയർ. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വർക്ക്, ഈ പറയുന്ന ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്ന പോയം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1923 എവിടെ വെച്ചാണ്? ന്യൂ ഹാംഷയർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന പോയം എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് തീം എന്താണ്, ഈ പറയുന്ന തീം എന്താണ്, ഈ പറയുന്ന കവിതയിൽ പറയുന്ന തീം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹൗ സ്മോൾ ഇവന്റ്സ് ഇൻ നേച്ചർ ക്യാൻ ബ്രിങ് സഡൻ പോസിറ്റീവ് ചേഞ്ചസ് ഇൻ മൂഡ്.
അല്ലെ? ചെറിയ കാര്യങ്ങൾ നമുക്കല്ല, നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ വലിയ കാര്യങ്ങളുണ്ടാവും, ചെറിയ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ അല്ലെങ്കിൽ ചെറിയ ഇവന്റുകൾ, ചെറിയ സംഭവങ്ങൾ ഇൻ നേച്ചർ, പ്രകൃതിയിലെ ചെറിയ സംഭവങ്ങൾ ക്യാൻ ബ്രിങ്, നമുക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടു നൽകുന്നു എന്താ, സഡൻ പോസിറ്റീവ് ചേഞ്ചസ് ഇൻ മൂഡ്. നമ്മളിലെ മൂഡ് ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മളിലെ പെട്ടെന്നുണ്ടാകുന്ന മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. നമുക്കറിയാം അല്ലേ, നമ്മൾ ഈ പറയുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മളിതെല്ലാം വിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം, വളരെ എന്താണ് ചൂടെടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ വെയിലത്ത് യാത്ര ചെയ്യുന്ന നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു മരത്തിന്റെ ഷാഡോയിൽ അല്ലെങ്കിൽ അതിന്റെ ആ തണലിൽ പോയി നമ്മൾ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ പ്രകൃതി പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ. നല്ല വിയർത്ത് നല്ല ചൂടെടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് നല്ലൊരു കാറ്റടിക്കുകയാണ്, നല്ല തണുത്തൊരു കാറ്റ്. മഴയ്ക്ക് മുമ്പ് ആ തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് പ്രകൃതി ഇവിടെ പറയുന്നത്. പ്രകൃതിയിലെ ചെറിയ കാര്യങ്ങൾ, ചെറുതായി സംഭവിക്കുന്ന കാറ്റായിക്കോട്ടെ, മഴയായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, ഇവൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആയിക്കോട്ടെ, മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ ആയിക്കോട്ടെ, അതൊക്കെ കാണുമ്പോൾ അതൊക്കെ നമുക്ക് തരുന്ന എന്താണ്, നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ച്, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന തീം എന്താണ്, ഈ പറയുന്ന നേച്ചറിലെ അല്ലെങ്കിൽ സ്മാൾ ഇവന്റ്സ് ഇൻ നേച്ചറിലെ ചെറിയ കാര്യങ്ങൾ, ചെറിയ സംഭവങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരാളിൽ എന്ത് ചെയ്യുന്ന ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ തീമിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇത് ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ നോക്കുക, ടൈപ്പ് ഓഫ് പോയം, ലിറിക് വിത്ത് എ റിഫ്ലക്റ്റീവ് ടോൺ. ഒരു ലിറിക് പോയമാണ്. ഈ പറയുന്ന കണക്ക് എന്താണ്, അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്ന രീതിയിൽ ഒരു ലിറിക് പോയം, ജസ്റ്റ് അങ്ങ് എഴുതിയിരിക്കുന്ന ഒരു പോയമാണ്. ഒരു റിഫ്ലക്റ്റീവ്, ഒരു പോസിറ്റീവ് ടോണോട് കൂടി പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ചെറിയൊരു താളത്തിൽ പാടി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പോയമാണ് ഇതെന്ന് പറയുന്ന റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്ന പോയം. ആൻഡ് ദ കീ ഐഡിയ എന്താണ്, അതിനുള്ള മെയിൻ ഐഡിയ, ദ പോയം emphasizes the power of nature to uplift spirit and change perspective. അപ്പോ എന്തിനെ കുറിച്ച് പറയുന്നു, നേച്ചറിന്റെ ടാലന്റിനെ കുറിച്ച്, നേച്ചറിന്റെ കഴിവിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. എങ്ങനെയുള്ള കഴിവിനെ? അപ്പോൾ നേച്ചർ എന്ത് ചെയ്യുന്നു, ദ പവർ ഓഫ് നേച്ചർ ടു അപ്ലിഫ്റ്റ് സ്പിരിറ്റ്സ്, നമ്മുടെ മനസ്സിനെയൊക്കെ ഒരുപാട് മാറ്റം വരുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് അല്ലേ. വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ മൈൻഡ്, നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ട്, യാത്രകൾ പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ, നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാൻ, ഇമോഷൻ ഉണ്ടാവാൻ, ഒരു ചേഞ്ച് ഉണ്ടാവാനായി യാത്രകൾ പോകുന്ന ആൾക്കാരുണ്ട്. മനോഹരമായ ഹിൽ സൈഡ്, അതുപോലെ ലാൻഡ്സ്കേപ്പുകൾ കാണുമ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അരുവികളോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്, സീ അല്ലെങ്കിൽ ബീച്ചസിൽ പോയിരുന്ന് ഈ പറയുന്ന സൺസെറ്റ് കാണുന്ന ആൾക്കാരുണ്ട്, മനോഹരമായ സൺറൈസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, മനുഷ്യന്റെ മനസ്സിനുണ്ടാക്കുന്ന, അപ്പൊ അതുപോലുള്ള നേച്ചറിന്റെ ഒരു നേച്ചറിന്റെ പവറിനെ കുറിച്ചാണ്. മനുഷ്യന്റെ മനസ്സിനെ ഉയർത്താനും അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിലെ പുതിയ നല്ല രീതിയിലുള്ള പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കി എടുക്കുവാനുമുള്ള നേച്ചറിന്റെ പവറിനെ കുറിച്ചാണ് ഈ പറയുന്ന കവിതയിൽ റോബർട്ട് ഫ്രോസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. വളരെ മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും ഈ പറയുന്ന ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണല്ലേ, ചൂട് സമയത്ത് നമ്മൾ ചൂടത്ത് യാത്ര ചെയ്യുമ്പോൾ വളരെ നടന്നു പോവാണെന്ന് നോക്കിയാൽ നല്ല റോഡിലൂടെ നല്ല വെയിലത്ത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നല്ലേ ഒരു നല്ല മനോഹരമായ അല്ലെങ്കിൽ നല്ല ഒരു മരത്തിന്റെ തണലിൽ നിൽക്കുകയാണ്. അപ്പൊ കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് ആണല്ലേ, വളരെ ചൂടത്ത് നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഒരു തണലിലേക്ക് പോകുമ്പോൾ ഒരു തണുത്ത ഫീൽ നമുക്ക് ഉണ്ടാകുന്നു. അത് മനസ്സിനെ ചിലപ്പോൾ കുറച്ച് പോസിറ്റീവ് ആക്കാം. ചിലപ്പോൾ നമ്മൾ വളരെയധികം എക്സോസ്റ്റഡ് ആയിരിക്കാം, വളരെയധികം ജോലി ചെയ്ത് വീക്ക് ആയിരിക്കാം അല്ലെ. വൈകുന്നേരത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്ന വഴിക്ക് മനോഹരമായ നല്ലൊരു മഴ പെയ്യുന്നു. മഴ നനയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ്സും അതും വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നേച്ചറിന് ഈ പറയുന്ന കണക്ക് എന്താണ്, നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാൻ, അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മുടെ ഇമോഷൻസ് പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ച്, മനസ്സിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ, നല്ല രീതിയിൽ പോസിറ്റീവ്ലി ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന കവിതയിൽ എന്ത് ചെയ്യുന്ന റോബർട്ട് ഫ്രോസ്റ്റ് നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നമുക്ക് ഒന്നുകൂടെ പറയാം. ഈ പറയുന്ന കവിത എഴുതിയിരിക്കുന്ന റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഫുൾ നെയിം എന്താണ്, റോബർട്ട് ലീ ഫ്രോസ്റ്റ് എന്നാണ്. പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാലഘട്ടം എന്താണ്, 1923 ഇൻ ന്യൂ ഹാംഷയർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ തീം ഓഫ് ദിസ് പോയം, തീം എന്താണ്, ഈ പറയുന്ന കവിതയുടെ തീം എന്താണ്, സ്മാൾ ഇവന്റ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഹൗ ദ സ്മാൾ ഇവന്റ്സ് ഇൻ നേച്ചർ ക്യാൻ ബ്രിങ് സഡൻ പോസിറ്റീവ് ചേഞ്ചസ് ഇൻ മൂഡിൽ, നമ്മുടെ മൂഡ് ചേഞ്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ ഹ്യൂമൻസിന്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ മൂഡ്സിൽ എങ്ങനെയാണ് പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ പ്രകൃതിക്ക് കഴിയുന്നത് എന്നതിനെ കുറിച്ചുള്ള തീമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ടൈപ്പ് ഓഫ് പോയം ലിറിക് ടൈപ്പ് പോയം ആണ് വിത്ത് റിഫ്ലക്റ്റീവ് ടോൺ എന്നാണ് നമ്മളിവിടെ പറയുന്ന ഒരു തീം. ആൻഡ് ടൈപ്പ് ഓഫ് പോയം ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കീ
ഐഡിയ എന്താണ് ഇതിനകത്തുള്ള മെയിൻ ഐഡിയ? ദ പോയം emphasize the power of nature in to spirit and change the perspective. Power of nature to uplift spirits and change the perspectives. നമ്മുടെ എന്താണ് വീക്ഷണങ്ങൾ, നമ്മുടെ തോട്ടുകൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള പ്രകൃതിയുടെ കഴിവാണ്, അല്ലെങ്കിൽ അതിന്റെ പവറിനെ കുറിച്ചാണ് ഈ പറയുന്ന ഇതിൻ്റെ അകത്തുള്ള മെയിൻ കീ പോയിന്റ് എന്ന് പറയുന്നത്, കീ ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ദെൻ നോക്കുക, അടുത്ത നമ്മൾ പോയത്തിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പൊ നോക്കുക, പോയം നമ്മളിവിടെ ആദ്യം തന്നെ നോക്കുകയാണ്. നോക്കാം, നമ്മൾ കൂടെ നോക്കുന്നത് വേ എ ക്രോ ഷുക്ക് ഡൗൺ ഓൺ മീ. നമുക്ക് ആ പോയത്തിലേക്ക് തന്നെ കടക്കുകയാണല്ലേ. ആ പോയം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോയം നോക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എത്ര വരികൾ അടങ്ങുന്ന പോയമാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന കണക്ക് 4 വരികൾ അടങ്ങുന്ന ഈ താഴത്തെ സ്റ്റാൻസയാണ്. 4 വരികൾ അടങ്ങുന്ന 2 ഭാഗങ്ങൾ, അല്ലെങ്കിൽ ക്വാർട്രൈൻസ് എന്ന് പറയും. 4 വരികൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ക്വാർട്രൈൻസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള 2 സ്റ്റാൻസുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് പോയത്തിലേക്ക് തന്നെ ജസ്റ്റ് നമുക്കത് വായിക്കാം. നിങ്ങൾ കൂടെ ഒന്ന് വായിച്ചു നോക്കാം. The way a crow shook down on me the dust of snow from a hemlock tree. ഒന്നാമത്തെ സ്റ്റാൻസ് നമ്മൾ വായിക്കാം. The way a crow shook down on me the dust of snow from a hemlock tree. Okay, has given my heart a change of mood and saved some part of a day I had ruined. നോക്ക, ഒന്നും കൂടെ വായിക്കാം. Has given my heart a change of mood and saved some part of a day I had ruined. ഒന്നും കൂടെ ആ കവിത മൊത്തത്തിൽ ഞാൻ വായിക്കുകയാണ്. The way a crow shook down on me the dust of snow from a hemlock tree has given my heart a change of mood and saved some part of a day I had ruined. അപ്പോൾ ഈ പറയുന്ന 8 വരികൾ അടങ്ങുന്ന 2 ക്വാർട്രൈനുള്ള കവിതയാണ് ഈ പറയുന്ന ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്ന പോയം. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള പോയം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന പോയം കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് 8 വരികൾ അടങ്ങുന്ന പോയമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 2 ക്വാർട്രൈനാണ്, 8 വരികൾ മാത്രമാണുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന പോയത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റാൻസ ബൈ സ്റ്റാൻസ, ലൈൻ ബൈ ലൈൻ അനാലിസിസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം, അപ്പോൾ നമുക്ക് ഈ പറയുന്ന കണക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യണം, കവിത വായിച്ചു നോക്കണം. കവിത എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, മനപ്പാടാക്കാൻ ശ്രമിക്കുക അല്ലെ. അപ്പോൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറും 8 വരികളാണല്ലേ. 8 വരികൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. 2-3 തവണ വായിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ കവിത ഓടി വരും. ഈ കവിത ഓടി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസിലി നിങ്ങൾ ആ പറയുന്ന തീമിലേക്ക്, അല്ലെങ്കിൽ ആ പറയുന്ന കവിതയുടെ മെയിൻ കാര്യത്തിലേക്ക് നിങ്ങൾ പോകും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മീനിങ് ആയിക്കോട്ടെ, അതിന്റെ കാര്യങ്ങളായിക്കോട്ടെ പെട്ടെന്ന് മനസ്സിൽ തന്നെ നിൽക്കും. സോ അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കവിതകളിൽ ഒന്നാണ് ഈ പറയുന്ന ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ അനാലിസിലേക്ക് പോകാം. എന്താണ് ലൈൻ ബൈ ലൈൻ അനാലിസിസിലേക്കാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പോകാല്ലേ, നോക്കൂ, ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകുന്നു. ഒന്നാമത്തെ ലൈൻ അവിടെ സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. നോക്കൂ, the way a crow shook down on me the dust of snow from a hemlock tree. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ചെറിയ ബ്രീഫ് പറഞ്ഞുതരാം, സമ്മറി. അപ്പോൾ നമ്മൾ ഈ കവിത എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റോറിയാണ്. ഒരാൾ എന്ത് ചെയ്യാണ്, വളരെ ക്ഷീണിതനായി, വളരെ എക്സ്വാസ്റ്റഡ് ആയി, അദ്ദേഹം വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. അയാളുടെ ഒരു ദിവസം എന്ത് ചെയ്യപ്പെട്ടു, നശിച്ചു പോയി, അല്ലെങ്കിൽ ആ പറയുന്ന ദിവസം മോശമാക്കപ്പെട്ടു, അല്ലെങ്കിൽ ruined ആയി എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ എന്ത് ചെയ്യാണ്, അയാൾ പോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ അയാൾ വളരെ വിഷമിച്ച് അയ്യോ ഇനി എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസം ഫുൾ എന്ത് ചെയ്തു, നെഗറ്റീവായി. ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, പെട്ടെന്ന് അയാൾ എന്ത് ചെയ്യുന്നു, ഒരു മരത്തിന്റെ ചില്ലയിൽ, ഒരു മഞ്ഞ് സീസണാണ്, വളരെ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു സെറ്റിങ്ങിലാണ് ഈ പറയുന്ന കഥ നടക്കുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മഞ്ഞ് മൂടി നിൽക്കുന്ന ആ സമയത്ത് അവിടെയുള്ള ഒരു ഹെമലോക്ക് ട്രീ, ആ പറയുന്ന ഹെമലോക്ക് ട്രീ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇംപ്രഷൻ തരുന്ന ഒരു ട്രീ ആണ്, ഒരു പോയിസണസ് ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വെള്ളപ്പൂക്കളൊക്കെ ഉള്ള, ഈ പറയുന്ന കണക്ക് നല്ല ഒരു വലിയ ഇലകളൊക്കെ ഉള്ള ഒരു മരമാണ് ഹെമലോക്ക് എന്ന് പറയുന്നത്. പോയിസണസ് ട്രീ എന്നാണ് അതിനറിയപ്പെടുന്നത്. ആ ട്രീയുടെ ചുവട്ടിൽ പോയി അയാൾ നിൽക്കുകയാണ്. നിന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, വളരെ നെഗറ്റീവ്, അവിടെ നിന്ന് അയാൾ എന്ത് ചെയ്യുന്നു, വളരെ നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാര്യം ഇനി എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസം ഫുള്ള് പോയി. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും. കാര്യം ഇന്നത്തെ ദിവസങ്ങളൊക്കെ ആകെ നെഗറ്റീവായിട്ട്, നെഗറ്റീവ് തോട്ട്സ് മാത്രം നിൽക്കും. നമുക്കും ഉണ്ടല്ലേ. അപ്പൊ ചില ദിവസങ്ങൾ നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റൊക്കെ വരുന്ന, ഇന്നത്തെ ദിവസം എന്തോ ശരിയല്ല അല്ലെ. അതുപോലെ നെഗറ്റീവായിട്ട് അടിക്കുന്ന, നെഗറ്റീവ് നമ്മൾ നെഗറ്റീവ് അടിക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പൊ അതുപോലെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ആ തോട്ടോട് കൂടി നിൽക്കുന്ന ഒരു ആളാണ് നമ്മുടെ ഈ പറയുന്ന കഥാപാത്രം. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ആ പറയുന്ന കഥാപാത്രത്തിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് ഡസ്റ്റ് ഓഫ് സ്നോ വീഴുകയാണ്. എങ്ങനെയാണ് വീണതെന്ന് വെച്ചാൽ, ഒരു കാക്ക വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാക്ക മീൻസ് നമ്മളെ ക്രോ. ഈ ക്രോയെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോ ഒന്നും അല്ല, എങ്കിലും ഈ പറയുന്ന UK അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് സൈഡിലോട്ടൊക്കെ അതിന് പറയുന്ന റേവൻസ് എന്നാണ്.
കാക്കകൾ ഒരു ഇവിൾ ആയിട്ടാണ്, ഇവിളിന്റെ അല്ലെങ്കിൽ ഒരു പിശാചിന്റെ ഒരു രൂപത്തിലാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്ന ഒരു കാക്ക, റേവൻസ് എന്നവർ പറയും. സോ അങ്ങനെയുള്ള ഒരു കാക്ക വന്ന് അല്ലെങ്കിൽ ആ ക്രോ വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ പറയുന്ന ഹെമലോക്ക് ട്രീയുടെ ബ്രാഞ്ചസിൽ നിന്നും കുറച്ച് ഡസ്റ്റ് ഓഫ് സ്നോ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ആളുടെ പുറത്തേക്ക് വീഴുകയും അല്ലെങ്കിൽ അയാളുടെ ദേഹത്തേക്ക് വീഴുകയും പെട്ടെന്ന് അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. ഒരു മാനസികമായ അല്ലെങ്കിൽ മെന്റലി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാവും. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു കീ പോയിന്റ് അല്ലെ, നേച്ചറിന് എന്ത് ചെയ്യാനുണ്ട്, എന്തിനുള്ള കഴിവുണ്ട്, അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള, മനുഷ്യന്റെ മനസ്സിനെ എന്ത് ചെയ്യാൻ, മാറ്റാനുള്ള അല്ലെ, കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്, നമ്മൾ ഈ പറയുന്ന പ്രകൃതിക്കുണ്ട്, നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, അയാൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ അതുപോലെ ഈ പറയുന്ന ഹെമലോക്ക് ട്രീയിൽ നിന്ന് വീണ ഈ ഡസ്റ്റ് ഓഫ് സ്നോ എന്ത് ചെയ്യുന്നു, അയാളുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ നെഗറ്റീവായിട്ട് ആ പറയുന്ന വളരെ നെഗറ്റീവ് തോട്ട്സ്, വളരെ റൂയിൻഡ് ആണ്, അന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞ് വന്ന് നിന്ന ആളുടെ ദേഹത്തേക്ക് ആ ഡസ്റ്റ് ഓഫ് ഹെമലോക്ക് ട്രീയുടെ ചുവട്ടിൽ നിന്ന ആള് ഒരു റേവൻ കാക്ക വന്നിരുന്നപ്പോ എന്ത് ചെയ്യുന്നു, ഡസ്റ്റ് ഓഫ് സ്നോ വീണ് എന്ത് ചെയ്തു, പെട്ടെന്ന് അയാളുടെ മനസ്സിന് എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ച് ഉണ്ടാവുന്ന, ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ പറയുന്ന അത്രയും നേരം നെഗറ്റീവ് ആയിരുന്ന ആള് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ്നെസ് തോട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ടിലേക്ക് മാറുകയാണ്. കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ വളരെ ഡ്രൗസി ആയിട്ടിരുന്ന കണ്ണുകൾക്ക് ചിലപ്പോൾ ഒരു ആക്റ്റീവ്നെസ് വന്ന് കാണാം, അയാളുടെ മുഖത്തിന് കുറച്ചുകൂടെ എന്താണ് ഒരു ബ്രൈറ്റ്നെസ് വന്ന് കാണാം അല്ലെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഒരു പോസിറ്റീവ് വൈബിലേക്ക് അല്ലെങ്കിൽ ആ പോസിറ്റീവ് രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുകയാണ് അല്ലെ. വളരെ നെഗറ്റിവിറ്റി തോട്ടിൽ നിന്ന് ഒരാൾ പോസിറ്റീവിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് മാറുന്നു എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഈ കവിതയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഒരു ബ്രീഫ് സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എന്ത് ചെയ്യാണ്, ചെറിയ 8 വരികളിലായി ആ ചെറിയൊരു കാര്യത്തെ എന്ത് ചെയ്യുന്നു പറയുന്നു. സോ ഇവിടെ പറയുന്ന വേറൊന്നുമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നു, ഇവിളായിട്ടുള്ള തിങ്സ് പോലും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവ പോലും നമുക്ക് എന്ത് തരുന്നു, സന്തോഷം തരുന്നു. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ മൊമെന്റ്സ് പോലും എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ മനസ്സിലെ നേച്ചർ കാണിക്കുന്ന നേച്ചർ നമുക്കായി തരുന്ന ചെറിയ മൊമെന്റ്സ് പോലും എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊമെന്റുകളെ എന്ത് ചെയ്യപ്പെടുന്നു, അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുകയും ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ലൈനിലേക്ക് പോകാം, ലൈൻ ബൈ ലൈൻ അനാലിസിലേക്ക് പോകുന്നു. നോക്കുക, 1 മുതൽ 4 വരെയുള്ള ലൈൻ മീൻസ് ഒന്നാമത്തെ സ്റ്റാൻസയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. The way a crow shook down on me the dust of snow from a hemlock tree. 4 വരികൾ അവിടെ നമ്മൾ ഈ പറയുന്ന സ്ലാഷ് ഇട്ട് കൊടുത്തേക്കാണ്. The way a crow, ഒന്നാമത്തെ വരി, shook down on me the dust of snow from a hemlock tree. അപ്പൊ എന്താ പറയുന്നേ, a crow, a symbol of bad omen. അപ്പോ ഇവിടെ തന്നെ കവി ഇവിടെ പറയുന്നു, ആദ്യം പറയുന്നത് വേ എ ക്രോ, ഒരു കാക്ക വരികയാണ്. ഷൂക്ക് ഡൗൺ ഓൺ മീ, ആ കാക്ക വന്ന് എന്ത് ചെയ്തു, കുലുക്കി. എന്ത് കുലുക്കി, ബ്രാഞ്ച് കുലുക്കി. ഓൺ മീ എ ഡസ്റ്റ് ഓഫ് സ്നോ ഫ്രം എ ഹെമലോക്ക് ട്രീ. ഒരു ഹെമലോക്ക് ട്രീയുടെ മുകളിൽ വന്നിരുന്ന കാക്ക അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ചിൽ വന്നിരുന്ന കാക്ക എന്ത് ചെയ്യുന്നു, അവിടുത്തെ ബ്രാഞ്ചസ് കുലുക്കി അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഡസ്റ്റ് ഓഫ് സ്നോ, എന്താണ്, ഒരു കൂട്ടം അല്ലെങ്കിൽ ആ പറയുന്ന സ്നോ എന്ത് ചെയ്യുന്നു, ഇടുകയാണ്. അല്ലെങ്കിൽ ആ പറയുന്ന മഞ്ഞ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പുറത്തേക്ക് തള്ളിയിട്ടു. എ ക്രോ, എ സിംബൽ ഓഫ് ബാഡ് ഒമൻ. ബാഡ് ഒമൻ മീൻസ് ഈവിലായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെയുള്ള ആ സൈഡിലേക്ക്, നോർത്തേൺ സൈഡിലേക്ക് അവര് ഈ പറയുന്ന കാക്കകളെ അല്ലെങ്കിൽ ക്രോസിനെ കൺസിഡർ ചെയ്യുന്ന എന്താണ്, ഒരു ബാഡ് ഒമൻ ആയിട്ടാണ്, ഒരു മോശപ്പെട്ട ഒരു ഇവിൾ തിങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ ബാഡ് ഒമൻ ആയിട്ടുള്ള കാക്ക ഒരു ഹെമലോക്ക് ട്രീ. ഹെമലോക്ക് ട്രീ പ്രത്യേകം ഞാൻ പറഞ്ഞു, പോയിസണസ് ട്രീ അല്ലെ, ഒരു വൈറ്റ് വെള്ള പൂക്കളോട് കൂടി ഒരു പോയിസണസ് ആയിട്ടുള്ള ട്രീ ആണ് ഈ ഹെമലോക്ക് ട്രീ. അപ്പൊ ആ മരത്തിന്റെ എന്ന് വെച്ചാൽ രണ്ടും എന്താണ്, കൺസിഡർ ആസ് എ ബാഡ് ഒമൻ. ഹെമലോക്ക് ട്രീ ആൻഡ് ആൾസോ ദ crow, the raven also considered as the bad omen. So ഈ bad omen ആയിട്ട് എന്ത് ചെയ്യുന്ന, കൺസിഡർ ചെയ്യുന്ന ഈ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ്നെസ് കൊടുക്കുന്നു എന്നാണ്. ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി ഷേക്ക് സ്നോ ഓൺ ടു ദ പോയിന്റ്. എന്ത് ചെയ്യുന്നു, ബാഡ് ഒമൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഈ പറയുന്ന ക്രോ എന്ത് ചെയ്യപ്പെടുന്നു, ഹെമലോക്ക് ട്രീയുടെ മുകളിൽ വന്നിരിക്കുകയും അത് എന്ത് ചെയ്യുന്നു, അത് ആ ബ്രാഞ്ച് ഷേക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി അൺഎക്സ്പെക്ടഡ്ലി എന്ത് ചെയ്യുന്നു, ഷേക്ക് ചെയ്യപ്പെടുന്നു. അത് എവിടെ, ആരുടെ ദേഹത്തേക്ക് വീഴുന്നു ആ സ്നോ, നമ്മുടെ നമ്മുടെ ഈ പറയുന്ന ഓതറിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്പീക്കറിന്റെ അടുത്തേക്ക്. ഇവിടുത്തെ സ്പീക്കർ ആരാണ്, അത് വേണമെങ്കിൽ പോയിറ്റ് ഹിംസെൽഫ് അല്ലെങ്കിൽ ഗായ്, ദ പേഴ്സൺ എന്താണ് ഹൂ സ്റ്റാൻഡിങ് അണ്ടർ ദ ട്രീ, അല്ലെങ്കിൽ ആ ട്രീയുടെ എന്താണ് അടിയിൽ നിൽക്കുന്ന ആ വ്യക്തിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ആ പറയുന്ന പുള്ളിക്കാരന്റെ ദേഹത്തേക്ക് എന്ത് ചെയ്യാണ്, ഇത് തള്ളിയിടുകയാണ് അല്ലെ. നോക്കാം. The dust of snow refers to fine snowflakes, a light delicate element of nature. So ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ മനുഷ്യൻ അല്ലെങ്കിൽ ആ പറയുന്ന പ്രകൃതി എന്ത് ചെയ്യുന്നു, മനുഷ്യനിലേക്ക് എന്ത് ചെയ്യപ്പെടുന്ന ഇടുന്ന ഒരു പ്രകാശം പോലെ ഇതിനെ കൺസിഡർ ചെയ്യുന്നു, ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്ന ഇതിനെ കൺസിഡർ. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ പറയുന്ന റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്, സിംബോളിക് ആണ്. എപ്പോഴും അദ്ദേഹം സിംബോളിക് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് അദ്ദേഹത്തിന്റെ കവിതകൾ കൊണ്ടുവരുന്നു. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ആദ്യം ഡസ്റ്റ് ഓഫ് സ്നോ നമ്മൾ പഠിച്ചു, ഇനിയുള്ള ഫയർ ആൻഡ് ഐസിൽ ഒരുപാട് സിമ്പിൾസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ സിമ്പിൾ ആണ് ഡസ്റ്റ് ഓഫ് സ്നോ.
സ്നോ. ഇപ്പോൾ ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നൽകുന്ന ഒരു വെളിച്ചം, ഒരു പോസിറ്റീവ് വൈബ്, ലൈറ്റ്, ഒരു ന്യൂ പാത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അത് എന്ത് ചെയ്യുന്നു ഇവിടെ പറയുന്നതാണ്. ദ ഡസ്റ്റ് ഓഫ് സ്നോ റെഫേഴ്സ് ടു ഫൈൻ സ്നോ ഫ്ലേക്സ് ആണ്. ആൻഡ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ ലൈറ്റ് ഡെലിക്കേറ്റ് എലമെന്റ് ഓഫ് നേച്ചർ. പ്രകൃതി നൽകുന്ന ഒരു എന്താണ് പോസിറ്റീവ് എലമെന്റ് ആയിട്ട് ഇവിടെ കവി എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സ്നോ ഫ്ലേക്സിനെ പറയുന്നു. അപ്പോൾ ആദ്യത്തെ 4 വരികളിൽ പറയുന്നത് എന്താണ്? ഒരു കാക്ക എന്ത് ചെയ്യുന്നു, ഒരു ഹെമലോക്ക് ട്രീയുടെ, താൻ നിന്നിരുന്ന ഹെമലോക്ക് ട്രീയുടെ മുകളിൽ വന്നിരിക്കുകയും ആ പറയുന്ന കാക്ക എന്ത് ചെയ്യുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഹെമലോക്ക് ട്രീയിൽ എന്ത് ചെയ്യപ്പെടുന്നു, ആ ഷേക്കേന്റെ ഫലമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നതേ ആ പറയുന്ന സ്നോ ഫ്ലേക്സ് അയാൾ ദേഹത്തേക്ക് വീഴുന്നു. സോ ഇവിടെ 2 കാര്യങ്ങളാണ്, ഒരു 2 സിമ്പിൾസ് നമുക്ക് എടുക്കാം. ഹെമലോക്ക് ട്രീയെയും ഈ പറയുന്ന ക്രോയെയും എന്ത് ചെയ്യുന്നു, ബാഡമനായിട്ട് എടുക്കുകയും അതുപോലെ തന്നെ തന്റെ ദേഹത്തേക്ക് വീണ എന്തിനെ ഡസ്റ്റ് ഓഫ് സ്നോയെ എന്ത് ചെയ്യുന്നു, എന്താണ് ഈ പറയുന്ന നേച്ചറിന്റെ ലൈറ്റ് ആയിട്ട്, നേച്ചറിന്റെ ഒരു പോസിറ്റീവ് എലമെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ പറയുകയും ചെയ്യുകയാണ്. വേറൊന്നുമല്ല, ഇനിയിപ്പോ മോശപ്പെട്ട ഇതാണെങ്കിൽ പോലും, ഇപ്പൊ 2 ബാഡമനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഇതാണെങ്കിൽ പോലും പ്രകൃതിയിൽ വരുമ്പോൾ അവ എന്ത് ചെയ്യുന്നു, തനിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിന് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്മാൾ തിങ്സിനും നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ. 4 വരികൾ കഴിഞ്ഞു, ഇനി അടുത്തതിലേക്ക് പോവാം. വീണ്ടും പറയുന്നുണ്ട്, ദ ഹെമലോക്ക് ട്രീ അസോസിയേറ്റഡ് വിത്ത് ദ പോയിസൺ ആൻഡ് നെഗറ്റിവിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ, ബാഡമനായിട്ട് കൺസിഡർ ചെയ്യുന്ന 2 എണ്ണമാണ് ഏതെന്ന് പറയുന്നത് ഈ ഹെമലോക്ക് ട്രീ. ഹെമലോക്ക് ട്രീ ഒരു പോയിസണസ് ആണ്, നെഗറ്റിവിറ്റി ആണെന്ന് പറയുന്നു അല്ലെ. ആൻഡ് ഫർദർ എംഫസൈസ് ആണ് ഇനിഷ്യലി ഗ്ലൂമിങ് സെറ്റിംഗ്. അപ്പൊ ആദ്യമേ തന്നെ 4 വരികളിൽ സെറ്റിംഗ് പറഞ്ഞിരുന്നു, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ പറയുന്ന പോയ എന്ത് ചെയ്യുന്നത്, പോയത്തിലെ കഥ അല്ലെങ്കിൽ ആ ഒരു എന്താണ് സ്റ്റോറി പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. ഹെമലോക്ക് ട്രീ എന്ന് പറയുന്നു ഒരു വിന്റർ സീസൺ ആണെന്ന് നമുക്ക് മനസ്സിലാവും, കാര്യം സ്നോ ഉണ്ട്, വിന്റർ സീസൺ ആണെന്നൊക്കെ മനസ്സിലാവുന്നു. ആ കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ ഡിസ്പൈറ്റ് ദീസ് സിംബൽസ് ദ ഇവന്റ് ടേൺസ് ഔട്ട് ടു ബി പോസിറ്റീവ്. എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നെഗറ്റിവിറ്റി ആയിട്ടുള്ള സിംബൽസിനെയൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് തോട്ട് എന്ത് ചെയ്യുന്നു കവി നമുക്ക് ഉണ്ടായത്. ഈ നെഗറ്റീവ് തിങ്സ് എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള അപ്ലിഫ്റ്റ് ആർക്കുണ്ടാക്കുന്നു, നമ്മുടെ ഈ പറയുന്ന സ്പീക്കറിന് ഉണ്ടാക്കുന്നു എന്ന് പോയിട്ട് ഇവിടെ പറഞ്ഞു തരികയാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 5 to 8 ലൈൻസ് നോക്കാം. ഹാസ് ഗിവൺ മൈ ഹാർട്ട് a change of mood and saved some part of a day I had ruined. അപ്പോൾ ലാസ്റ്റ് വരികളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നോക്കുക, the poet reveals that this simple event lifted his spirits. അപ്പൊ ഏത് ഇവന്റ് നമ്മൾ പറഞ്ഞു, ആദ്യത്തെ കോട്രെയിനിൽ പറഞ്ഞ കാര്യം എന്താണ്, ഒന്നും കൂടെ നമ്മൾ പറയുകയാണ്. ആദ്യത്തെ കോട്രെയിനിൽ പറഞ്ഞ എന്താണ്, ഒരു കാക്ക എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വന്നിരിക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, ഹെമലോക്ക് ട്രീ, താൻ നിന്ന ഹെമലോക്ക് ട്രീയിൽ വന്ന് എന്താണ് അടിയിൽ നിന്നിരുന്ന ആ ഹെമലോക്ക് ട്രീയുടെ മുകളിൽ വന്നിരുന്നപ്പോ എന്ത് ചെയ്യുന്നു, ആ കാക്ക അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് സ്നോ ഫ്ലേക്സ് എന്ത് ചെയ്യുന്നു തട്ടയാളുടെ പുറത്തേക്ക് ഇടുന്നു. ഇതാണ് സംഭവം അല്ലെ. ഈ സംഭവം എന്ത് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യപ്പെടുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ പോസിറ്റീവ് ചേഞ്ച് അയാൾക്ക് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് ബാക്കിയുള്ള വരികളിൽ പറയുന്നത്. ഒന്നാമത്തെ കോട്രെയിനിൽ എന്താണ് സെറ്റിംഗ്, എവിടെയാണ്, എന്താണ്, എന്തൊക്കെയാണ് എന്നുള്ള സെറ്റിംഗ് പറയുന്നെങ്കിൽ രണ്ടാമത്തെ കോട്രെയിനിൽ പറയുന്ന എന്താണ്, എങ്ങനെയാണ് ആ സെറ്റിംഗ് മൂലം ഉണ്ടാകുന്ന ചേഞ്ച്, എന്തൊക്കെ ചേഞ്ച് ആണ് അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ ആ പറയുന്ന ആ സ്പീക്കറിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഈ പറയുന്ന വരികൾ. അപ്പൊ ഒന്നാമത്തെ വരി നമ്മൾ പറഞ്ഞു, അതിന്റെ കാര്യം പറയാണ്. നോക്കുക, പോയറ്റ് റിവീൽസ് that this simple event lifted his spirit. പോയറ്റ് ഇവിടെ റിവീൽ ചെയ്യാണ്, പറഞ്ഞു തരികയാണ് എന്താണ്, that this simple event lifted his spirit. നമ്മുടെ സ്പീക്കറിന്, നമ്മുടെ പോയിറ്റിന് എന്ത് ചെയ്യപ്പെടുന്നു, ആ പോയിറ്റിന്റെ എന്ത് ഈ പറയുന്ന സിമ്പിൾ ഇവന്റ് കാക്ക വന്നിരിക്കുമ്പോൾ കുറച്ച് പൊടി അല്ലെങ്കിൽ ആ പറയുന്ന സ്നോ ഫ്ലേക്സ് വീഴുന്ന ആ സിമ്പിൾ ഇവന്റ് എന്ത് ചെയ്യപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ സ്പിരിറ്റ്സിനെ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ, അദ്ദേഹത്തിന്റെ മനസ്സിനെ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നു. വളരെ ഡള്ളായിട്ടിരുന്ന, നമ്മൾ ആദ്യമേ പറഞ്ഞു, വളരെ ഡള്ളായിട്ട് വളരെ വിഷമിച്ചിരുന്ന, ഒരു ദിവസം റൂയിൻഡ് ആയിട്ട് പറഞ്ഞിരുന്ന അയാളുടെ മനസ്സിനെ എന്ത് ചെയ്യപ്പെട്ടേ, ലിഫ്റ്റ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താണ് പോസിറ്റീവ് ആക്കി, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താണ് എനർജറ്റിക് ആക്കി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. മീൻസ് വേറെ ഒന്നുമില്ല, ഒരു റൂയിൻഡ് ആയിട്ട് മൊത്തം നശിച്ചു അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഇനി ചെയ്യണം എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, അയാളെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന കവിത മാറുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് പോയിട്ട് ഇവിടെ റിവീൽ ചെയ്യാണ്. നോക്ക്, the way ruined means regret, showing that the poet had been experienced a bad day. നോക്ക, ലാസ്റ്റ് വരി ഉണ്ട്, അതിന്റെ ലാസ്റ്റ് വരി നമ്മൾ കണ്ടായിരുന്നു. നോക്കടെ, ആ ലാസ്റ്റ് വരി നോക്ക, ഓഫ് എ ഡേ ഐ ഹാഡ് റൂഡ് എന്നാണ് അല്ലെ. അപ്പം ഈ പറയുന്ന ഒരു ഇൻസിഡന്റ്, വളരെ സ്മാൾ ആയിട്ടുള്ള ഇൻസിഡന്റ്, ഒരു ക്രോ വന്ന് ഒരു ഹെമലോക്ക് ട്രീയുടെ ബ്രാഞ്ചിൽ ഇരിക്കുമ്പോൾ സ്നോ ഫ്ലേക്സ് അദ്ദേഹത്തിന്റെ ദേഹത്ത് വീഴുന്ന ആ ഒരു സ്മാൾ ഇവന്റ് എന്ത് ചെയ്യുന്നു, അദ്ദേഹം റൂയിഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റിഗ്രറ്റ് ആയിട്ടിരുന്ന സമയം, മീൻസ് എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു ദിവസം ഷോയിങ് ദാറ്റ് ദ പോയിറ്റ് ഹാഡ് ബീൻ എക്സ്പീരിയൻസ് എ ബാഡ്, ഒരു ബാഡ് ഡേ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ സ്പീക്കറിന്റെ, ആ പോയിറ്റിന്റെ ദേഹത്തേക്ക്
മഞ്ഞ് തുള്ളികൾ അല്ലെങ്കിൽ മഞ്ഞ് കണങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു കാക്ക മൂലം, ഒരു ബാഡമനായിട്ടുള്ള കാക്ക മൂലം വന്ന് വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലിഫ്റ്റിംഗ്, ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാകുന്നു എന്ന് ആര് പറയുകയാണ്? നമ്മുടെ പോയിറ്റ് പറയുകയാണ്. ആൻഡ് നേച്ചർ സ്മാൾ ജസ്റ്റർ അൺഎക്സ്പെക്ടഡ്ലി ബ്രൈറ്റൻ ഹിസ് മൂഡ്. നേച്ചറിന്റെ, പ്രകൃതിയുടെ ഈ പറയുന്ന ഒരു സ്മാൾ ജസ്റ്റർ, ചെറിയൊരു ജസ്റ്റർ, ഒരു ആംഗ്യം അല്ലെങ്കിൽ ചെറിയൊരു പ്രവൃത്തി എന്ത് ചെയ്യുന്നു, അയാളുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു, ബ്രൈറ്റൻ ചെയ്യിച്ചു എന്ന് പറയുന്നു അല്ലെ. എന്നൊക്കെ ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അല്ലെ. ഒരു മനോഹരമായ മണം നമുക്കൊരു പോസിറ്റീവ് വൈബ് അല്ലേ? ആണ് അല്ലേ? ഇപ്പൊ ഫുഡിന്റെ മണമാണെങ്കിൽ പോലും കൊള്ളാം, നമ്മൾ അത്രയും നേരം ഓഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ പോലും ചിക്കന്റെ മണം അടിക്കുകയാണ്, നിങ്ങളായാലും കൊള്ളാം, നല്ല മണമുണ്ട്. പോട്ടെ, ഒരു പൂവിന്റെ മണം അല്ലെ, റോസാ പൂവിന്റെ മണം, മുല്ലപ്പൂവിന്റെ മണം അല്ലെ, ചില പാല പൂക്കുന്ന മണം ഉണ്ടല്ലോ, രാത്രി കാലങ്ങളിൽ പാല പൂക്കുന്ന മണം അല്ലെ, രാത്രിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. ഇതൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ചില ആൾക്ക് ഇഷ്ടമാണ്, ചില ആൾക്ക് ഇഷ്ടമല്ല അല്ലെ. ചില ഫ്രാഗ്രൻസുകൾ, ചില കാഴ്ചകൾ അല്ലെ, ചില മനോഹരമായിട്ടുള്ള പൂക്കൾ, മൃഗങ്ങൾ അല്ലെ, ചില ആൾക്കാർക്ക് ഈ പറയുന്ന ഇതൊക്കെ നേച്ചറിന്റെ തിങ്സ് ആണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രകൃതിയുമായി റിലേറ്റ് ചെയ്യുന്നതാണ് ഈ അനിമൽസും പ്ലാന്റ്സും ഫ്ലവേഴ്സും. ഇവൻ ഈ സൺസെറ്റ് അല്ലെ, നമ്മൾ ഈ പറയുന്ന മനോഹരമായിട്ടുള്ള സൺസെറ്റ്, ഒരു മനോഹരമായ സൺറൈസ് അല്ലെ, നല്ല മഞ്ഞു മൂടി നിൽക്കുന്ന മലനിരകൾക്കിടയിൽ നിന്നും വരുന്ന ഒരു മനോഹരമായ പ്രഭാതം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ അല്ലെ. ഒരു സൺറൈസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, മനുഷ്യന്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യപ്പെടുന്നതാണ്, ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാ പറയുന്നത് അല്ലെ. വളരെ ചെറിയ തിങ്സ് പോലും, ഇവൻ ചെറിയൊരു പുൽച്ചാടിക്ക് പോലും നമ്മൾ എന്ത് ചെയ്യാനുള്ള ഇതുണ്ട്, മനസ്സിനെ കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ്. മനോഹരമായ കാഴ്ചകൾ, പൂമ്പാറ്റകൾ അല്ലെ, ഇവയെല്ലാം പ്രകൃതി എന്ന് പറയുന്നത് തന്നെ അതിലുള്ള ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും മനുഷ്യ മനസ്സിനെ എന്ത് ചെയ്യാനുള്ള പോസിറ്റീവ്ലി എൻകറേജ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ഇവിടെ പോയിട്ട് പറയാണ്. ഇവൻ ആൾസോ ഇറ്റ്സ് ലൈക്ക് ആൻ ബാഡമൻ. ബാഡമനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തി ഇതുപോലും അല്ലെ. കാക്ക ഒന്ന് ആലോചിച്ചു, ഒരു കാക്ക വന്നിരുന്നത് മൂലം അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരു ഇതാണ് കാക്ക അല്ലെ. കാക്കയെ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു ബാഡമനായിട്ടാണ് അല്ലെ, ബാഡമനായിട്ട് കൺസിഡർ ചെയ്യുന്നു. വളരെ നെഗറ്റീവ്, ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു മരവുമാണ്. അപ്പൊ ആ മരത്തില് അങ്ങനെയുള്ള പോയിസണസ് ആയിട്ടുള്ള മരവും ആ മരത്തിന് വന്നിരുന്ന ഒരു ബാഡമനായിട്ടുള്ള കാക്കയും എന്ത് ചെയ്യപ്പെടുന്നു, ഈ പറയുന്ന പോയിന്റിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ തന്നെ എന്താണ്, ഇറ്റ്സ് എ പോസിറ്റീവ് വൺ അല്ലെ. അതൊരു നല്ല ഒരു അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു പുതിയ ഉണർവെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫുള്ളി ബാഡ് ആയിട്ടുള്ള ഒരു ഡേയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വളരെ റൂയിൻഡ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അയാൾക്ക് ഉണ്ടാവും. ഇതാണ് ഈ പറയുന്ന വളരെ 8 ലൈനിൽ നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കവിത. പക്ഷേ ഡെപ്തിൽ നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ മുന്നോട്ട് എഴുതുമ്പോൾ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള അതിന്റെ തീം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം. നോക്കണേ, തീമാണ്. അപ്പം നമുക്കറിയാം എന്താണ് ഇവിടുത്തെ തീം. ഒന്നാമത്തെ തീം നമ്മൾ നോക്കുകയാണ്, പവർ ഓഫ് നേച്ചർ. നേച്ചറിന്റെ പവർ എന്താണ്, നേച്ചറിന്റെ പവർ ഇവിടെ പറയുന്നത് നോക്കാം. The poem highlights how simple natural events can positively influence our emotions. നോക്കാം, പവർ ഓഫ് നേച്ചർ. The poem highlights how simple natural events, എങ്ങനെയാണ് ചെറിയ പ്രകൃതിയിലുള്ള ഇവന്റുകൾ, സംഭവങ്ങൾ can positively influence our emotions, എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിനെ, മനുഷ്യന്റെ ഇമോഷൻസിനെ, വികാരങ്ങളെ, അവരുടെ കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു തീം അല്ലേടെ. അപ്പൊ പവർ ഓഫ് നേച്ചർ, പ്രകൃതി എങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് പ്രകൃതിയിലെ ചെറിയ വസ്തുതകൾ, ചെറിയ സംഭവങ്ങൾ പോലും മനുഷ്യൻ എന്ത് ചെയ്യപ്പെടുന്നു, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പോയ. അപ്പൊ തീം ഓർത്തോളുക, ഒരു തീം എന്താണ്, പവർ ഓഫ് നേച്ചർ ആണ്. നേച്ചറിന്റെ പവർ ആണ്, പവർ ഓഫ് നേച്ചർ ആണ്. ദെൻ അടുത്ത ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു, ആദ്യം ഡിസ്കസ് ചെയ്യുന്നു, പവർ ഓഫ് നേച്ചർ പറഞ്ഞു, എന്താണ് തീം എന്ന് പറഞ്ഞു. അതിന്റെ രണ്ടാമത്തെ ഒരു തീമാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയാണ്. എന്താണ് ട്രാൻസ്ഫോർമേഷൻ? നമുക്കറിയാം, ഒരു ബാഡ് ഡേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളുടെ മനസ്സ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സ് പോസിറ്റീവ്ലി തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. എ ബാഡ് ഡേ ക്യാൻ ഇംപ്രൂവ് ത്രൂ അൺഎക്സ്പെക്ടഡ് മൊമെന്റ്സ്. അതെ, ഒരാൾക്ക് ബാഡ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു ദിവസം എന്ത് ചെയ്യപ്പെടുന്നു, അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവന്റുകളോടുകൂടി ഒരു പോസിറ്റീവ് വണ്ണിലേക്ക്, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്ന ബാഡ് ഡേ എന്ന് വിചാരിച്ചിരുന്ന ഒരാളുടെ മനസ്സ് എന്ത് ചെയ്യപ്പെടുന്നു, ചേഞ്ച് ചെയ്യുന്നു. ദെയർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് അല്ലെ. ഒരു പ്രകൃതിയുടെ ഇടപെടൽ മൂലം, ദ പവർ ഓഫ് നേച്ചർ മൂലം ദെയർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ ടു ദാറ്റ് സ്പീക്കർ ഓർ എ പോയറ്റ് ഇൻ ദിസ് പോയം അല്ലെ. പോയത്തിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെ. അയാളുടെ മനസ്സിനും എന്ത് ചെയ്യുന്നു, അയാൾ കൺസിഡർ ചെയ്തിരുന്ന ആ ഒരു തോട്ട് എന്ത് ചെയ്യപ്പെടുന്നു, മാറ്റം ഉണ്ടാവുന്നു. രണ്ടാമത്തെ തീം. അപ്പൊ ഒന്ന് പവർ ഓഫ് നേച്ചർ, രണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്സ്. And the third one, hope and optimism. Optimism means positive thought. Optimism means എന്താണ്, പോസിറ്റിവിറ്റി. നമ്മുടെ മനസ്സിലെ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്, പോസിറ്റീവ്, എല്ലാത്തിനെയും നല്ല രീതിയിൽ, നല്ലത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക.
നോക്കുക, even a negative symbol like the crow and the hemlock tree can lead a positive change. നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിളായിട്ട് അല്ലെങ്കിൽ ഒരു ബാഡ് ഒമനായിട്ട് കൺസിഡർ ചെയ്ത ഒരു ക്രോയും ഒരു നെഗറ്റീവ് ഒരു പോയിസണസ് ആയിട്ടുള്ള എന്താണ് ഒരു ട്രീയും, ഇവ രണ്ട് നെഗറ്റീവാണ്. അപ്പൊ ഈ രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ട് എങ്കിൽ പോലും അതെന്ത് ചെയ്യുന്നു, ആ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ പ്രതീക്ഷയ്ക്കുള്ള വക ഉണ്ടാക്കി കൊടുക്കാൻ ഹോപ്പും ആയിട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടും ഒരു പോസിറ്റീവ് ആയിട്ട് ഇവിടെ ചിത്രീകരിക്കുകയാണ് അല്ലെ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെഗറ്റീവ്, ചില ആൾക്കാരുണ്ട് നമ്മൾ പറയാറുണ്ട് ഇപ്പൊ എപ്പോഴും നമ്മളെ സഹായിക്കുന്നവരെല്ലാം നല്ല രീതിയിലുള്ള ആൾക്കാരാണോന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഏറ്റവും മോശമായിട്ട് എന്താണ് നെഗറ്റീവായിട്ട് കാണുന്ന ഒരാളായിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരുപാട് ഇന്നർ മീനിങ്സിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും അല്ലെ. നമ്മളെ മനുഷ്യന്റെ ലൈഫിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. ചില ഇവിടെ പറഞ്ഞ ഒരു വെറും ബാഡോമിനായിട്ട് കൺസിഡർ കാക്കയ്ക്ക് എന്ത് ചെയ്യുന്നു, കാക്ക വന്ന് ഇരുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ എന്താണ് ഒരു റൂയിൻഡ് ആയിട്ടുള്ള ഡേക്ക് എന്ത് ചെയ്യുന്ന ഒരു മാറ്റം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ സോ നമ്മുടെ ലൈഫ് ഇത് തന്നെയാണ്. റൂയിൻഡ് ആയിട്ടുള്ള ഡേ നമ്മുടെ ലൈഫായിട്ട് എടുക്കുക. നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്ന നമ്മുടെ ലൈഫിന് ചിലപ്പോൾ മറ്റൊരു ബാഡ് ഒമനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തി മൂലം എന്ത് ചെയ്യാം, ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യക്തി മൂലം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് മാറ്റം ഉണ്ടാവാം അല്ലെ. ഇതൊക്കെ എന്താണ് ഓരോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓരോന്നിനെയും ഓരോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലേ. കവിതകളുടെ പ്രത്യേകത അതാണ് അല്ലെ. പല രീതിയിൽ പല പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, അപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം. തീമുകൾ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു പവർ ഓഫ് നേച്ചർ, രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷൻ ആണ്, ഹ്യൂമൻ മൈൻഡിന്റെ ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നേച്ചറിന്റെ അല്ലെങ്കിൽ പോയിറ്റിന്റെ ട്രാൻസ്ഫോർമേഷൻ പറയാം അല്ലെ. എന്താണ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്, പ്രതീക്ഷ, ഇനിയും മുന്നോട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രതീക്ഷ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, പങ്കുവെക്കാനായിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. മീൻസ് അത് തന്നെയാണ് പോയിട്ട് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അല്ലെ. ഈ പറഞ്ഞ വ്യൂവേഴ്സിന് അത് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. മീൻസ് നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം. കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് അല്ലെ. അതിനടുത്തേക്ക് നമുക്ക് പോവാം. നോക്കാം, then poetic devices ആണ് ഇമ്പോർട്ടന്റ് ആണ്. ഇമേജറി, എന്തൊക്കെ ഇമേജറി ആണ്? വിഷ്വൽ ഡീറ്റെയിൽസ് ലൈക്ക് ദ ക്രോ, സ്നോ ആൻഡ് ഹെമലോക്ക് ട്രീ ക്രിയേറ്റ് സ്ട്രോങ് മെന്റൽ പിക്ചേഴ്സ് അല്ലെ. നമുക്കൊരു കവിത വായിക്കുമ്പോൾ കാക്കയുടെ ഇമേജറി നമുക്ക് ഓർമ്മ. ഹെമലോക്ക് ട്രീ ഞാൻ പറഞ്ഞു വെള്ള പൂക്കളോട് കൂടിയ ഒരു പോയിസണസ് ആയിട്ടുള്ള വലിയ ഇലകളൊക്കെ ഉള്ള എന്താണ് ഒരു മരമാണ് എന്തെന്ന് പറയുന്നത് ഈ ഹെമലോക്ക് ട്രീ എന്ന് പറയുന്നത്. ദെൻ ദ സ്നോ ഫ്ലേക്സ്, സ്നോ മഞ്ഞ അല്ലെ, മഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്നോ ഫ്ലേക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെമലോക്ക് ട്രീ, അതിനകത്ത് കാക്ക വന്നിരിക്കുന്നു, ഒരു മഞ്ഞ്. ഇതൊക്കെ നമുക്ക് എന്താണ് വിഷ്വലി എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കുന്ന വിഷ്വൽ ഇമേജറീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലെ. കാണാൻ സാധിക്കുന്ന ഇമേജറീസ് അല്ലേ ഇവിടെ പറ്റും. ആൻഡ് ദ സിംബോളിസം ഞാൻ പറഞ്ഞു, സിംബോളിക് ആയിട്ടുള്ള കവിതകൾ ഒന്നാണ് ഡസ്റ്റ് ഓഫ് സ്നോയും. ഇവിടുത്തെ സിംബൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്രോ ഓഫൻ സീൻ ആസ് എ സിംബിൾ ഓഫ് ഗ്ലൂം ആൻഡ് നെഗറ്റിവിറ്റി. ഒരു ബാഡ് ഒമനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് ക്രോ. സോ ഒരു സിമ്പിൾ ഇവിടെ കൊടുത്തു. ഏത് ക്രോ? ക്രോ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിമ്പിൾ ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഹെമലോക്ക് ട്രീ, ദ പോയിസണസ് അസോസിയേറ്റഡ് വിത്ത് ദ പോയിസൺ ആൻഡ് സാഡ്നസ്. ഹെമലോക്ക് ട്രീയെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പരിഗണിക്കുന്ന എന്തായിട്ടാണ്, ഈ പറയുന്ന പോയിസൺ ആയിട്ടും സാഡ്നസും ആയിട്ടൊക്കെയാണ് അല്ലെ. മീൻസ് എന്താണ്, നെഗറ്റീവ് ആയിട്ട്. ഇവ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പം ആ പറയുന്ന രണ്ട് നെഗറ്റിവിറ്റിയെയും എന്ത് ചെയ്യാൻ, സിംബോളൈസ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നു. ഒന്ന് ക്രോയെ അല്ലെ, ഏതിനെയൊക്കെ ഗ്ലൂം നെഗറ്റിവിറ്റി ആണെന്ന് കാണിക്കാനായിട്ട് അതേ യൂസ് ചെയ്ത സിമ്പിൾ ആണ് ക്രോ. ആൻഡ് ആൾസോ ദ പോയിസണും വിഷവും അല്ലെങ്കിൽ സാഡ്നസ് ദുഃഖവും കാണിക്കാൻ അയാൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഏത്, ദ ഹെമലോക്ക് ട്രീ. സോ അപ്പൊ ഈ രണ്ടെണ്ണവും സിമ്പിൾ ആണ്. അപ്പൊ സിമ്പിൾസ് ഒന്ന് ആലോചിക്കുക, എപ്പോഴും ഓർത്തിരിക്കുക. ഡസ്റ്റ് ഓഫ് സ്നോയും, ഡസ്റ്റ് ഓഫ് സ്നോ എന്ന് പറയുന്നത് എന്താണ്, സിംബോളിക് ആയിട്ടുള്ള പോയമാണ്. റോബർട്ട് ഫോസ്റ്റിന്റെ പ്രത്യേക റൈറ്റിംഗ് സ്റ്റൈലാണ്. സിമ്പിൾസ് അയാൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ സിംബോളിക് പോയം. ഒന്നാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ക്രോ, ഒരു സിമ്പിൾ ആയിട്ട് കൊടുത്തത് എന്തിന്റെ സിമ്പിൾ ആണ്, ഈ പറയുന്ന ബാഡ് ഒമൻസ്, ഗ്ലൂം ആൻഡ് നെഗറ്റിവിറ്റി എന്നൊക്കെ പറയുന്നു അല്ലെ. ദെൻ ദ സെക്കൻഡ് വൺ ഹെമലോക്ക് ട്രീ അസോസിയേറ്റഡ് വിത്ത് ദ പോയിസൺ ആൻഡ് സാഡ്നസ് ആയിട്ട്, പോയിസൺ വിഷാംശം അടങ്ങുന്ന ഒരു നെഗറ്റീവ്, അതും നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ദെൻ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഡസ്റ്റ് ഓഫ് സ്നോ ആണ്. നമ്മൾ റെപ്രസെന്റ് പ്യൂരിറ്റി ആൻഡ് പോസിറ്റിവിറ്റി ആൻഡ് റിന്യൂവൽ. അപ്പോൾ രണ്ട് നെഗറ്റീവ് തോട്ട്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഡസ്റ്റ് ഓഫ് സ്നോ ആണ് ആരുടെ ദേഹത്തേക്ക് വീഴുന്നത്, പോയിറ്റിന്റെ ദേഹത്തേക്ക് വീഴുകയും അദ്ദേഹത്തിന് പോസിറ്റീവ് ആയിട്ട് തോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ ഇവിടെ ഡസ്റ്റ് ഓഫ് സ്നോ എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ദ പ്യൂരിറ്റി, ശുദ്ധമായിട്ടുള്ള ആൻഡ് പോസിറ്റീവ് ആൻഡ് റിന്യൂവൽ, ഒരു പുതിയ തുടക്കത്തിന് അല്ലെങ്കിൽ പുതിയ റിന്യൂവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡസ്റ്റ് ഓഫ് സ്നോയെ അയാൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു, അയാൾ സിംബോളിക്കായിട്ട്. അപ്പൊ മൂന്ന് സിമ്പിൾസ് ഏതൊക്കെയാണ്, ക്രോ, ഹെമലോക്ക് ട്രീ ആൻഡ് ഡസ്റ്റ് ഓഫ് സ്നോ. ഓർത്തിരിക്കുക, തീമുകൾ അറിയാലോ, പവർ ഓഫ് നേച്ചർ, അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ആൾസോ ദ ഹോപ്പ് ആൻഡ്
ഓപ്പൺ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ടിലാണെങ്കിൽ ആ ഒരു വ്യൂ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് എന്ത് ചെയ്യുന്നത് ഈ കവിത പോകുന്നത്. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പോയമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, സിംബോളിക് ആണ്, കുറെ സിമ്പിൾസ് ഉണ്ട്. ഏതൊക്കെ സിമ്പിൾസ്? ക്രോയെ എന്തായിട്ട് എടുക്കുന്നു? ഒരു സാഡ്നെസ് ആയിട്ടുള്ള ദുഃഖം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്ലൂം ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള രീതി എടുക്കാം. ആൻഡ് ഹെമലോക്ട്രി പോയിസൺ ആണ്, അൺസോൾവ്ഡ് സാഡ്നെസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് ടെസ്റ്റോസ്റ്റെറോൺ എന്താണ്? പ്യൂരിറ്റി, അതുപോലെ പോസിറ്റീവ് ആൻഡ് റിന്യൂവൽ എന്നൊക്കെയുള്ള രീതിയിലുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കവിത അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വേണമെങ്കിൽ ചോദിക്കാം, ഈ പോയത്തിലെ എക്സാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന പോയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഡസ്റ്റ് ഓഫ് നോയിങ് അല്ലെ. നിങ്ങളുടെ ബോർഡ് എക്സാമിന് പോകുമ്പോൾ ലിറ്ററേച്ചറിൽ നിന്ന് 40 മാർക്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതല്ലേ, 40 മാർക്ക് നിങ്ങൾക്ക് ലിറ്ററേച്ചർ ചോദിക്കാം. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന എന്താണ് ചോദ്യമാണ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എല്ലാ ബോർഡ് എക്സാമിനും ഈ ഡസ്റ്റ് ഓഫ് സ്നോ അല്ലെങ്കിൽ ഫയർ ആൻഡ് ഐസ് എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദ്യം ഉണ്ടാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കൊരു 2-3 തവണയൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന ചാപ്റ്ററുള്ളൂ അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാം. അപ്പൊ സിമ്പിൾ ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സിമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. അലിട്രേഷൻ. ഇത് മാത്രമല്ല, ഇനി അലിട്രേഷൻ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? കവിത കണ്ടുപിടിക്കണം. അലിട്രേഷൻ എന്താണെന്ന് അറിയാമല്ലോ. റെപ്പറ്റീഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സ് ആണ്. കൺസോണന്റ് സൗണ്ട്സിന്റെ റെപ്പറ്റീഷൻ ലൈനിൽ വരുന്നുണ്ടെങ്കിൽ അലിട്രേഷൻ ആണ്. ഇവിടുത്തെ അലിട്രേഷൻ കണ്ടുപിടിക്കുന്ന കാര്യം എന്താണ്? ഇവിടുത്തെ ഹാസിന്റെ എച്ച്, ഹാർട്ടിന്റെ എച്ച് ഉണ്ട്. റെപ്പറ്റീഷൻ, കൺസോണന്റ് സൗണ്ട്സിന്റെ റെപ്പറ്റീഷൻ വന്നിരിക്കുന്നു. അലിട്രേഷൻ നമുക്ക് ചോദിക്കുന്നത്. എൻജാംമെന്റ് നോക്കുക. പോയംസ് ലൈൻ ഫോളോ വിത്തൗട്ട് പഞ്ച്വേഷൻ ക്രിയേറ്റിംഗ് എ നാച്ചുറൽ റിതം. വല്ല പഞ്ച്വേഷൻ ഉണ്ടായിരുന്ന അവിടെ പോയത്തിൽ ഇല്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എൻജാംമെന്റ്. അതിന്റെ എൻജാംമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു സംഭവം ലിറ്റററി ഡിവൈസസ് ആണ്. ദെൻ ഈ കവിത നമുക്ക് തരുന്ന മെസ്സേജ്, ഈ കവിത നമുക്ക് തരുന്ന മോറൽ എന്താണ്? ഗുണപാഠം എന്താണ്? മെസ്സേജ് എന്നുള്ളതാണ്. നോക്കാം. The poem reminds us that even small events, seemingly insignificant moments, can have a powerful impact. നോക്കുക. The poem reminds us that even small, seemingly insignificant ആയിട്ട്, significant നമ്മൾ യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? moments can have a powerful impact. നമ്മുടെ മനുഷ്യനിൽ ഒരു പവർഫുൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൾക്ക് ഉപകാരപ്പെടുമെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല. നമ്മൾ ഒട്ടും കൺസിഡർ ചെയ്യാത്ത, നമ്മൾ ഒട്ടും വകവയ്ക്കാത്ത, ഒട്ടും എന്താണ് സ്നേഹം കൗലും കാണിക്കാത്ത ആൾക്കാരാവാം. ഇവൻ നമ്മുടെ എനിമീസ് ആയിരിക്കാം ചില നേരത്ത് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? സഹായിക്കുന്ന അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചില നമുക്ക് തന്നെ അത് നമ്മുടെ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇന്ന ആൾ നമ്മളെ സഹായിക്കൂടെ? ഇല്ല. നമ്മൾ പോലും വിചാരിക്കാതെ ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം, അപരിചിതനായിട്ടുള്ള ആളായിരിക്കാം നമ്മളെ എന്ത് ചെയ്യുന്നത്? ചില നേരങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ്. അത് തന്നെയാണ് പറയുന്നത്. ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും കരുതാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ നേച്ചറിൽ ചില കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടാം? നമ്മുടെ മനസ്സിനെ ചേഞ്ച് ആക്കാം, നമ്മൾ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാം, നമ്മൾ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഒന്നാമത്തെ മെസ്സേജ് ആണ്. It encourages readers to find beauty and hope in the unexpected place. അപ്പൊ നോക്ക, ഇത് എന്ത് ചെയ്യപ്പെടുന്നു? റീഡേഴ്സിനെ, വായനക്കാരെ അല്ലെങ്കിൽ കവിത വായിക്കുന്ന ആൾക്കാരിൽ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ തോട്ട് ഉണ്ടാക്കാൻ, ഫൈൻഡ് ബ്യൂട്ടി, സൗന്ദര്യം, ആൻഡ് ഹോപ്പ് ഇൻ അൺഎക്സ്പെക്ടഡ് പ്ലേസസ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും സൗന്ദര്യവും പുതിയ പ്രതീക്ഷകളും നൽകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാലേ, നമ്മൾ വളരെ ക്രോയെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലേ. ഇവിടെ ആണെങ്കിൽ എന്താണ്, എന്നും രാവിലെ നോക്കുമ്പോൾ എന്താണ് ചപ്പുചവറുകൾ പറക്കുന്ന ഒരു പക്ഷിയായിട്ടാണ് നമ്മൾ ക്രോയെ കൺസിഡർ ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അല്ല, കാക്ക ആ ഒരു വിലയുള്ളൂ. പക്ഷേ ഈ ഒരു പറയുന്ന പോയത്തിൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഒരു ക്രോ വന്നിരുന്നു, ആ ഒരു ഹെമലോക് ട്രീയിൽ വന്നിരുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ മനസ്സ് അല്ലെങ്കിൽ ഒരാളുടെ ദിവസം എന്ത് ചെയ്യാണ്? അവിടെ ചേഞ്ച് ഉണ്ടാവുകയാണ്. സോ ഇവിടെ പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? അൺഎക്സ്പെക്ടഡ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങൾ, പ്രതീക്ഷിക്കാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ദിവസത്തെ എന്ത് ചെയ്യപ്പെടുന്നു? മാറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ മാറ്റുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും. നോക്ക, അടുത്ത ഡിസ്കഷൻ പ്രോംപ്റ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന കണക്ക് നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് കൺക്ലൂഷൻ എന്താണ് ഈ കവിതയെ പറഞ്ഞെന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ ഓടിച്ച് പറയുകയാണ്. നമ്മൾ പറഞ്ഞ ഡസ്റ്റ് ഓഫ് സ്നോ ഹൈലൈറ്റ്സ് ഹൗ അൺഎക്സ്പെക്ടഡ് മൊമെന്റ്സ് ഇൻ നേച്ചർ ക്യാൻ ബ്രൈറ്റൻ യുവർ ഔട്ട്ലുക്ക്. എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്നതെന്നുള്ളതാണ്. നെഗറ്റീവ് തിങ്സ് പോലും, നേച്ചറിലെ നെഗറ്റീവ് തിങ്സ് പോലും നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവുന്നു. ആ ഔട്ട്ലുക്ക് നമുക്കൊരു മാറ്റം ഉണ്ടായി. ആൻഡ് ഫ്രോസ്റ്റ് എൻകറേജസ് us to appreciate life simple yet powerful experience അല്ലെ. ആ ഫ്രോസ്റ്റ്, നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവി നമുക്ക് എന്ത് ചെയ്യുന്നു? പുതിയ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാക്കി തരികയാണ്. പുതിയ ഒരു പാഠം, ഒരു മോറൽ നമുക്കായിട്ട് തരികയാണ്. അല്ലേടെ ആണ്. ആൻഡ് അത് പൊട്ടേക്കാം. ഓക്കെ, എൻഗേജ്മെന്റ് നമ്മൾ പറയുകയാണ്. നിങ്ങളുടെ സ്ലൈഡിന്റെ ബാക്കിയാണ് കേട്ടോ. ഓക്കെ, നോക്കണ്ട.
അപ്പോൾ നമ്മൾ പഠിച്ച കവിത നോക്കിക്കോളൂ. അപ്പൊ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഇതായിട്ട് പോവുക, നോക്കുക, നിന്റെ സിമ്പിൾസ് ഓർത്തിരിക്കുക, തീമുകൾ ഓർത്തിരിക്കുക. കഥ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ തന്നെ നിങ്ങൾ ആൾറെഡി ഒരുപാട്, ഞാൻ തന്നെ 3-4 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കവിത. ഒരു ആൾ വന്ന് എന്ത് ചെയ്യുന്നു, ഡോക്ടറുടെ താഴെ നിൽക്കുന്നു, ഒരു കാക്ക വന്നിരിക്കുന്നു, ഒരു ഡസ്റ്റ് വീഴുന്നു, അയാളുടെ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം എന്ത് ചെയ്യുന്നു, വളരെ ബാഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളുടെ ദിവസം പോസിറ്റീവ് ആയിട്ട് മാറുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 8 വരികളിലുള്ള കവിത. അപ്പോൾ ഈസി ആയിട്ട് എന്താണ് ഇതിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ ആ മെസ്സേജ് നോക്കുക, എന്താണ് ഇതിൻ്റെ അകത്തുള്ള മെസ്സേജ്. ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ കവിത നൽകുന്ന മെസ്സേജ്, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക. നിങ്ങൾ പഠിച്ച ഒപ്പീനിയൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? മെസ്സേജ് എടുക്കാം, അതിലുള്ള സിമ്പിൾസ് പറയാം അല്ലെ, എന്ത് വേണം, നിങ്ങളുടെ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയുമ്പോൾ ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് എഴുതാം, ഈ കവിതയുമായി ബന്ധപ്പെടുത്തി എഴുതണം എന്ന് മാത്രം. അപ്പോൾ ഓക്കെ, അപ്പൊ എഴുതിയിരിക്കുന്ന ആളുടെ പേര് ഓർക്കുക, റോബർട്ട് ലീ ഫ്രോസ്റ്റിന്റെ ഡസ്റ്റ് ഓഫ് സ്നോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന കണക്ക് എന്താണ് ഇനിയും നമ്മൾ ഈ പറയുന്ന ഫയർ ആൻഡ് ഐസ്, അടുത്ത കവിത നമ്മൾ ഫയർ ആൻഡ് ഐസ് ആണ് എടുക്കാൻ പോകുന്നത്. അടുത്ത സെക്ഷനിൽ നമ്മൾ ഫയർ ആൻഡ് ഐസ് നമ്മൾ തുടങ്ങും. ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ലൈനും ഓരോ കാര്യവും ഡിസ്കസ് ചെയ്ത് തന്നെ പഠിക്കും. ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റും. ഈ വീഡിയോ 2-3 തവണ നിങ്ങൾക്ക് കാണാം, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, എക്സാം വരെ ഇരിക്കാതെ ഓരോ കാര്യങ്ങളും എന്താണ് നോക്കി തീർക്കുക. ഇതിപ്പം എന്താണ്, ഇപ്പോൾ 2 തവണ നിങ്ങൾ എക്സാമിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ നോക്കിയാൽ തന്നെ പിന്നീട് ലാസ്റ്റ് നിങ്ങൾ ബോർഡ് എക്സാം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, വേണ്ട. നിങ്ങൾക്ക് ഇത് അറിയാം. പിന്നെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ തീം എന്താണെന്ന് കിട്ടും, ഇതിന്റെ എന്താണ് സിമ്പിൾസ് ഏതാണെന്ന് കിട്ടും. ഇതൊക്കെ ഈസിയാണ്. സിമ്പിൾസും ഈ പറയുന്ന തീംസും മോറലും മെസ്സേജ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള വരികൾ ചോദിക്കും, നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാനൊക്കെ ചോദിക്കും. സിമ്പിൾ. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.